വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഭാരതത്തിൽ പൗരാണിക കാലം മുതൽ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് അതീവ പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്ക് വളരെയധികം സഹായിക്കുന്ന പ്രായോഗിക പദ്ധതികളാണ് വ്രതാനുഷ്ഠാനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. പുണ്യം, ആരോഗ്യം, ശ്രേയസ് തുടങ്ങിയവയ്ക്ക് വേണ്ടി പുണ്യദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഉപവാസാദി കർമ്മങ്ങളാണ് വ്രതങ്ങൾ. ഹിന്ദു പുരാണങ്ങളിലും മറ്റു അനവധി വ്രതങ്ങളെപ്പറ്റി സൂചനകളുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഫലപ്രാപ്തി നേടിയ അസംഖ്യം പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചും നമുക്കറിയാം. പ്രായേണ വളരെ ചെലവ് കുറഞ്ഞതും വളരെ അധികം ഫലപ്രദവുമായ ഈ അനുഷ്ഠാനത്തിലൂടെ ഗ്രഹദോഷങ്ങൾ ഉൾപ്പെടെയുള്ള ദോഷങ്ങളുടെ പരിഹാരങ്ങളും ഐശ്വര്യവും ആത്യന്തികമായി ഈശ്വര സാക്ഷാത്കാരവും കൈവരുന്നു. വ്രതാനുഷ്ഠാനങ്ങളുടെയെല്ലാം അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ്. സ്നാനം, ആഹാരശുദ്ധി തുടങ്ങിയവയിലൂടെ ശരീരശുദ്ധിയും ജപം, ഈശ്വരസ്മരണം, ക്ഷേത്രദർശനം തുടങ്ങിയവയിലൂടെ മനഃശുദ്ധിയും കൈവരുന്നു. അങ്ങനെ ക്രമേണ പൂർവജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും ചെയ്ത ദുഷ്കൃതികളുടെ പാപക്കറ കഴുകിക്കളയപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ദുഷ്കൃതഫലമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും മോചനവും സിദ്ധിക്കുന്നു. തപസ്സിൻ്റെ ഒരു ലഘുവായ പതിപ്പാണ് വ്രതം എന്ന് പറയാം. ആഹാരം, നിദ്ര തുടങ്ങിയ ശരീരധർമ്മങ്ങളെ വിട്ട് കഠിന നിഷ്ഠകളോടെ ചെയ്യുന്ന ഈശ്വരോപാസനയാണ് തപസ്. എല്ലാ സുഖസൗകര്യങ്ങളെയും ത്യജിക്കുക, വിശപ്പും ദാഹവും ക്ഷമയോടെ സഹിക്കുക, യാദൃശ്ചികമായി ആഹാരം ലഭിച്ചാൽ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുക, സത്യവും അഹിംസയും പാലിക്കുക എന്നിവയൊക്കെ തപസ്സിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാ ദുഃഖങ്ങളെയും കുറവുകളെയും ക്ഷമാപൂർവം സഹിച്ച് ഈശ്വരോപാസന ചെയ്യുന്ന തിതിക്ഷയാണ് തപസ്സിൻ്റെ അടിസ്ഥാനം. പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ് വരെ പല ഋഷീശ്വരന്മാരും അനുഷ്ഠിച്ച കഥ നമുക്കറിയാം. മുമ്പിലും പുറകിലും ഇരുവശങ്ങളിലും അഗ്നി ജ്വലിപ്പിച്ച് അതിനു മധ്യത്തിലിരുന്ന് തപസ് ചെയ്യുക. മുകളിൽ സൂര്യതാപവും. ഇതാണ് പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്. ഇത്തരത്തിലുള്ള കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുക ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യന് അസാധ്യമാണല്ലോ. അത്തരത്തിലുള്ളവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളവയാണ് വ്രതങ്ങൾ. തപസ്സുകൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നു. ഏത് സുഖത്തിൻ്റെയും അടിത്തറയും തപസ്സാണ്. പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് എന്തും സിദ്ധിക്കുന്നത്. ഏത് പ്രവൃത്തിക്കും അതിൻ്റേതായ ക്ലേശവും ഉണ്ടാവും. ഐഹികവും പാരത്രികവുമായ ഏതു സുഖത്തിനും ക്ലേശകരമായ പ്രവൃത്തി അനിവാര്യമാണല്ലോ. അതുപോലെ ക്ലേശകരമായ തപസ്സിൻ്റെ ഫലം സുഖമാണ്. തപസ്സിൻ്റേതായാലും വ്രതങ്ങളുടേതായാലും അടിസ്ഥാന നിയമങ്ങൾക്ക് ഐക്യരൂപ്യമുണ്ട്. ആഹാരം, നിദ്ര തുടങ്ങിയവയിലുള്ള നിയന്ത്രണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം എന്നിവ തപസ്സിൻ്റെയും വ്രതങ്ങളുടെയും അടിസ്ഥാനമാണ്. ആഗ്രഹങ്ങളെ അടക്കി നിർത്തിയും ലൗകിക സുഖങ്ങളെ ഒഴിവാക്കിയും പൂർണ്ണമായും ഈശ്വരോപാസന ചെയ്യുക എന്നതാണ് വ്രതാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയിലൂടെ മാത്രമേ ശരീരവും വാക്കും മനസ്സും പരിശുദ്ധമാകൂ. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ദോഷശാന്തിയും
ഈശ്വര സാക്ഷാത്കാരവും കൈവരുന്നത്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സംഘർഷങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ദുഷ്കൃതങ്ങൾ എന്നിവയ്ക്കിടയിൽ നിശ്ചിത ദിവസമോ ദിവസങ്ങളോ ഇവയിൽ നിന്നെല്ലാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒഴിവായി സുഖങ്ങളെ പരിത്യജിച്ച് ഈശ്വരോപാസന മാത്രം ചെയ്യുക. അതുവരെ മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ സഹായിക്കുന്നു. ദുഷ്കൃതങ്ങളുടെ ഫലമായി പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ ലൗകിക ജീവിതത്തിൽ ധരിക്കുന്ന ഏവർക്കും അത്യന്താപേക്ഷിതമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കാം. എല്ലാ വ്രതങ്ങളും കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംവത്സരം, അയനം, ഋതു, മാസം, പക്ഷം, തിഥി, വാരം, നക്ഷത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മളെ വ്രതങ്ങളെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാലഗണനയെ അടിസ്ഥാനമാക്കി വൈവിധ്യമേറിയ അനവധി വ്രതങ്ങൾ പ്രചാരത്തിലുണ്ട്. തപസ് അതിന് ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതുവരെ തുടരുമ്പോൾ വ്രതം നിശ്ചിത സമയത്തു തന്നെ അവസാനിപ്പിക്കുന്നു. അമാവാസി, ഏകാദശി, പ്രദോഷം തുടങ്ങിയ വ്രതങ്ങൾ അതാതു ദിവസങ്ങളിൽ അനുഷ്ഠിക്കുമ്പോൾ ചന്ദ്രായണം തുടങ്ങിയവ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നവയാണ്. വ്രതങ്ങൾ പ്രധാനമായും 3 വിധത്തിലുണ്ട്: നിത്യം, നൈമിത്തികം, കാമ്യം. പുണ്യസഞ്ചയത്തിനായി അനുഷ്ഠിക്കുന്നവയാണ് നിത്യം. ഏകാദശി തുടങ്ങിയവ ഉദാഹരണം. പാപപരിഹാരത്തിനായി അനുഷ്ഠിക്കുന്നവ നൈമിത്തികം. ചന്ദ്രായണാദി വ്രതം തുടങ്ങിയവ നൈമിത്തികമാണ്. ആഗ്രഹസാഫല്യത്തിനായി അനുഷ്ഠിക്കുന്നവ കാമ്യവ്രതങ്ങൾ. തിങ്കളാഴ്ച വ്രതം, ഷഷ്ഠിവ്രതം തുടങ്ങിയവ കാമ്യവ്രതങ്ങളാണ്. ഈ വ്രതാനുഷ്ഠാനങ്ങളെ മാനസികം, കായികം, വാചികം എന്നിങ്ങനെ 3 വിഭജിച്ചിരിക്കുന്നു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, സരളത എന്നിവ മാനസിക വ്രതത്തിൻ്റെ ഘടകങ്ങളാണ്. ആഹാര നിദ്രാദികളിൽ നിയന്ത്രണമേർപ്പെടുത്തുന്നത് കായികമായ ഭക്ഷണം എന്നിവ വാചികം. കായികവും വാചികവും മാനസികവുമായ പാപങ്ങളാണ് മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് ദുഃഖങ്ങൾക്കും നിദാനം. വ്രതങ്ങൾ, അതുപോലെയുള്ള മറ്റ് അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ കൂടി ഈ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം, മനസ്സ്, വാക്ക് എന്നിവ കഴിയുന്നത്ര ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതത്തിൻ്റെ സ്വഭാവവും ശാസ്ത്രവിധിയനുസരിച്ച് അന്നപാനാദികൾ നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതാണ്. സൽക്കാര രൂപത്തിലോ ദാനരൂപത്തിലോ യാതൊന്നും സ്വീകരിക്കാതിരിക്കുക. പകലുറക്കം, സ്ത്രീ സഹശയനം, എണ്ണ തേച്ച് കുളി, താമ്പൂല ചർവണം, പുകവലി, മദ്യപാനം, വിനോദങ്ങളിൽ ഏർപ്പെടൽ, അന്യമുതലുകളെ ആഗ്രഹിക്കൽ, ധർമാനുകൂലമല്ലാത്ത വിഷയങ്ങളിൽ വ്യാപരിക്കൽ, ഹിംസ, അസത്യം, ചൂതുകളി എന്നിവയെല്ലാം വ്രതകാലത്ത് ഒഴിവാക്കേണ്ടതാണ്. മനസ്സിൽ സാത്വിക ഭാവം വളർത്തി അവിടെ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുന്നതിന് ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുന്നു. സത്യം, ക്ഷമ, ദയ, ദാനം, ശൗചം, ഇന്ദ്രിയ സംയമം, ഈശ്വരാരാധന എന്നിവ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. യമനിയമങ്ങളും ശമതമങ്ങളും പാലിക്കുകയും ഭോഗങ്ങൾ
ത്യജിക്കുകയും ചെയ്യുക അത്യാവശ്യമാണ്. ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം തന്നെ ഉപവാസത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. വ്രതവിധിയനുസരിച്ച് ഭാഗികമോ പൂർണ്ണമോ ആയ ഉപവാസം ഏത് വ്രതത്തിലും പാലിക്കേണ്ടതുണ്ട്. ഉപാവൃത്തസ്യ പാപേഭ്യോ യാസ്തു വാസോ ഗുണൈ സഹ ഉപവാസ സാവിഞ്ചേയ സർവഭോഗ വിവർജിത എന്ന് അഗ്നിപുരാണത്തിൽ ഉപവാസത്തെ നിർവചിക്കുന്നു. കർമ്മപാപങ്ങളിൽ നിന്നും വിരമിച്ച് ഗുണങ്ങളോടൊപ്പം വസിക്കുക എന്നതാണ് ഉപവാസം. സർവവിജ്ഞാനകോശത്തിൽ ഉപവാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: സർവഭൂതങ്ങളിലും ദയ, സഹനശക്തി, അസൂയയില്ലായ്മ, ശുചിത്വം, ക്ലേശകരമായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക, മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ, നീചസ്വഭാവം കാട്ടാതിരിക്കൽ, ഭോഗവസ്തുക്കളിൽ താൽപ്പര്യമില്ലായ്മ ഇവയാണ് ഗുണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമ്മശാസ്ത്രാനുസാരമല്ലാതുള്ള നൃത്തം, ഗീതം തുടങ്ങിയ ലൗകിക സുഖങ്ങളിൽ നിന്ന് ഉപവാസകാലത്ത് ഒരാൾ ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നാണ് സർവഭോഗ വിവർജിതത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. കണ്ണിൽ അഞ്ജനമെഴുതുക, അംഗങ്ങളിൽ ഗോരോചനം തുടങ്ങിയവ കൊണ്ടുള്ള കുറിക്കൂട്ടുകൾ അണിയുക, ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുക, പുഷ്പമാല്യങ്ങൾ അണിയുക, വെറ്റില മുറുക്കുക, പകലുറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, പല്ലു തേക്കുക, ചൂത് കളിക്കുക, സ്ത്രീ സംസർഗം ചെയ്യുക എന്നിവ ഉപവാസകാലത്ത് ഒഴിവാക്കണമെന്ന് സ്മൃതികളിൽ അനുശാസിച്ചിരിക്കുന്നു. വ്രതത്തിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഈ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണ്. പിച്ചളപാത്രങ്ങളിൽ പാചകം ചെയ്ത ആഹാരം, മാംസഭോജനം, മദ്യപാനം, മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, വാഹനങ്ങളിൽ സഞ്ചരിക്കൽ, ദൂരയാത്ര ചെയ്യൽ, അന്യർ നൽകുന്ന ഭക്ഷണം കഴിക്കൽ തുടങ്ങിയവ വർജിക്കേണ്ടതാണ്. ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധി കൈവരിക്കുന്നതിനു വേണ്ടിയാണ് ഈ നിഷ്ഠകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മുൻകാലങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങൾക്ക് അകശുദ്ധം എന്നൊരു രീതി തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ശുദ്ധമായിരിക്കുന്ന രീതിയാണിത്. പുറത്തിറങ്ങുകയാണെങ്കിൽ വിലോഭനം ഉളവാക്കുന്ന പല കാഴ്ചകളും പല ദൃശ്യങ്ങളും കാണുകയും അശുദ്ധിയുള്ളവരെ സ്പർശിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാവുന്നതിനാലാണ് വീടിന് പുറത്തിറങ്ങാതെ ശുദ്ധി പാലിക്കുക എന്നുള്ള തത്വം ആചരിച്ചത്. ഇക്കാലത്ത് വ്രതം അനുഷ്ഠിക്കുന്നവർ ഇത്രയും കഠിനനിഷ്ഠകൾ പാലിച്ചു കാണുന്നില്ല. വ്രത ദിവസം പൂർണ്ണമായും ആഹാരം ഒഴിവാക്കുക, ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക എന്നിങ്ങനെ പല രീതിയിലും ആഹാര നിയന്ത്രണം പതിവുണ്ട്. വിശന്നിരിക്കുന്ന ഒരുവന് ആഹാരത്തോടുള്ള ആഗ്രഹമാണ് നിയന്ത്രിക്കാൻ ഏറ്റവും വിഷമകരമായിട്ടുള്ളത്. വ്രതാനുഷ്ഠാനത്തിലൂടെ ആ നിയന്ത്രണശേഷി കൈവരുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് മറ്റു ഭോഗേച്ഛകളും നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ അയാളുടെ മനസ്സ് സാത്വികവും ഈശ്വരോന്മുഖവുമാകും. ആത്യന്തികമായി മനസ്സിൽ ഈശ്വരീയമായ സാത്വിക ഗുണം വളർത്തുക എന്നതാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം. അതിനാണ് സാത്വിക ഗുണമുള്ള ലഘുഭക്ഷണം വ്രതദിനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. സത്വരജ സ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ വ്യക്തികളിലും ഉണ്ടാവും. മടി അഥവാ ആലസ്യം തമോ ഗുണാധിക്യത്തിൻ്റെയും അനിയന്ത്രിതമായ ആഗ്രഹങ്ങളും പ്രവൃത്തിയും രജോ ഗുണത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. സാത്വിക ഭാവത്തിലാകട്ടെ മനസ്സിൻ്റെ ശുദ്ധിയും
ഭോഗേച്ഛകളുടെ നിയന്ത്രണവും കാണാം. തമോ ഗുണത്തെയും രജോ ഗുണത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കി സത്വഗുണത്തെ പരിപൂർണമാക്കുക സാധാരണ മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ വ്രതാനുഷ്ഠാനത്തിലൂടെയും ഈശ്വര ഭജനത്തിലൂടെയും മറ്റു സ്വാത്വിക കർമ്മങ്ങളിലൂടെയും ഒരാൾക്ക് സ്വാത്വിക ഭാവത്തെ വളർത്താൻ കഴിയും. അതിന് ഏറ്റവും സഹായിക്കുന്നതാണ് സ്വാത്വിക ഭക്ഷണം ശീലമാക്കുക എന്നത്. അമിതമായ ധാന്യാഹാരം, പഴകിയതും ദുർഗന്ധമുള്ളതുമായ ആഹാരം തുടങ്ങിയവ താമസികമാണ്. മദ്യം, മാംസം, എരിവും പുളിയും അധികമായ ആഹാരങ്ങൾ എന്നിവ രാജസികമാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അണ്ടിപ്പരിപ്പുകൾ തുടങ്ങിയവ സ്വാത്വികാഹാരങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. അമിതമായ ധാന്യാഹാരം, പഴകിയ ആഹാരം എന്നിവ ഒരാളിൻ്റെ കാരണം ഇതാണ്. പരിപ്പ്, സാമ്പാർ, രസം, പുളിശ്ശേരി, മോര് എന്നിവയൊക്കെ ഒഴിച്ച് ഒരു നേരമാണെങ്കിലും വയറു നിറയെ ചോറുണ്ണുമ്പോൾ അത് വ്രതവിരുദ്ധമായ ഭക്ഷണം തന്നെയാകുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വെള്ളനിവേദ്യം അല്പം മാത്രം ഭക്ഷിക്കുക എന്ന രീതി നിർദ്ദേശിക്കപ്പെടുന്നത്. മാംസാഹാരം, എരിവും പുളിയും മറ്റും അധികമായി ചേർത്ത ആഹാരം, കൃത്രിമമായി രാസവസ്തുക്കൾ ചേർത്ത് രുചി വർദ്ധിപ്പിച്ച ആഹാരം എന്നിവ രാജസികമാണ്. ഇവയുടെ അമിതമായ ഉപയോഗം ഒരാളെ അനിയന്ത്രിതമായ വൈകാരിക ശീലങ്ങൾക്ക് അടിമയാക്കുന്നു. മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണമല്ല മാംസം. ഒരു പട്ടിക്ക് മാംസം ഭക്ഷിക്കുന്നതിന് അത് പാചകം ചെയ്യുകയോ എരി, പുളി, ഉപ്പ് എന്നിവ ചേർക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതൊന്നുമില്ലാതെ തന്നെ പട്ടി മാംസം ഭക്ഷിക്കുന്നു. എന്നാൽ മനുഷ്യന് പച്ചമാംസം ഭക്ഷിക്കാൻ കഴിയുന്നില്ല. അത് പാചകം ചെയ്ത് മാത്രമേ അവന് ഭക്ഷിക്കാനാകുന്നുള്ളൂ. എന്നാൽ ഒരു പഴം കഴിക്കുന്നതിന് അവന് അത് പാചകം ചെയ്യേണ്ടതില്ല. കാരണം പഴം മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണമാണ്. ഇത്തരത്തിലുള്ള സ്വാഭാവിക ഭക്ഷണമാണ് മനുഷ്യൻ ശീലിക്കേണ്ടത്. കൃത്രിമമായി തയ്യാറാക്കുന്ന രുചിയേറിയ ഫാസ്റ്റ് ഫുഡുകളും കോള പോലെയുള്ള പാനീയങ്ങളും ആധുനിക മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി കഴിഞ്ഞു. ഇവ നിത്യവും ഭക്ഷിക്കുന്ന വ്യക്തിയുടെ മനസ്സ് അനിയന്ത്രിതമായ വൈകാരികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. വർത്തമാനകാലത്ത് സമൂഹ മനസ്സിൽ നിന്നും നന്മയും മൂല്യങ്ങളും വറ്റിക്കൊണ്ടിരിക്കുന്നതിനും അവിടെ അപകടകരമായ കുറ്റവാസനകൾ വളർന്നു വരുന്നതിനും ലൈംഗികമായ അരാജകത്വങ്ങൾക്കുമൊക്കെ ഒരു കാരണം മനുഷ്യൻ്റെ രജസിക്കായ ഭക്ഷണരീതി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാത്തവണ്ണം ശീലമാക്കിയാൽ ഇടയ്ക്കിടെ അവയിൽ നിന്നും മോചനം നേടി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ആ ദിവസങ്ങളിലെങ്കിലും സാത്വികമായ ആഹാരരീതി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, അധികം വേവിക്കാത്ത പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ തുടങ്ങിയവ ശീലിക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടായാലും നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടായാലും വളരെ ആരോഗ്യകരമാണ്. ജാതകത്തിൽ അമിതമായ തമോ രജോ ഗുണങ്ങളുടെ സൂചനയുള്ള കുട്ടികളെ മാതാപിതാക്കൾ സാത്വികമായ ഭക്ഷണക്രമം ശീലിപ്പിക്കേണ്ടതാണ്. അത്യാവശ്യം തന്നെയാണ് ഇത്. നിരന്തരം ഇറച്ചി കഴിക്കുന്ന പട്ടിക്ക് ശൗര്യം വർദ്ധിച്ചിരിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണല്ലോ. അതുപോലെ ശാന്ത സ്വഭാവവും സാത്വിക ഗുണവും ഈശ്വരചിന്തയും വളർത്തിയെടുക്കുന്നതിന് കുട്ടികളെ സാത്വികാഹാരം ശീലിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. കുട്ടികളുടെ ബുദ്ധിപരമായ
വളർച്ചയ്ക്കും സസ്യാഹാരശീലം ഗുണപ്രദമാണ്. മാംസാഹാരം പതിവാക്കിയ പാശ്ചാത്യ നാടുകളിൽ വ്യക്തികൾക്ക്, കുടുംബത്തിനും സമൂഹത്തിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തകർച്ചയും ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥയും ഒഴിവാക്കുന്നതും സസ്യഭക്ഷണശീലത്തിൻ്റെ മേന്മയാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യവുമാണ്. വ്രതാനുഷ്ഠാനങ്ങളിൽ ആഹാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. ആയുർവേദ, പ്രകൃതി ചികിത്സാരംഗങ്ങളിൽ ഉപവാസത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ അത്ഭുതകരമായ രോഗനാശനശേഷിയും ഇനിയും നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. വ്രതനിയന്ത്രണങ്ങളെല്ലാം കർശനമായി പാലിച്ചാലും വിശ്വാസപൂർവമുള്ള ഈശ്വരഭജനമില്ലെങ്കിൽ ആ വ്രതാനുഷ്ഠാനം വൃഥാവിലാകുന്നു. നാമജപം, കീർത്തനം, പുരാണപാരായണം, ശ്രവണം, സത്സംഗം, ദാനം ആദിയായവയിൽ ഏർപ്പെടുക എന്നത് അത്യാവശ്യമാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്ക് വർദ്ധിച്ചിട്ടുള്ളതോ ദോഷശാന്തിക്കായി ഭജിക്കേണ്ടതായ ദേവതയെ ഭക്തിപൂർവം വ്രതദിനത്തിൽ ഉപാസിക്കേണ്ടതാണ്. സത്കർമ്മനിരതരായ സജ്ജനങ്ങളുടെ സമ്പർക്കമാണ് വ്രതദിനത്തിൽ ഉത്തമം. വ്രതവിശ്വാസികളല്ലാത്തവരും ഈശ്വരവിശ്വാസങ്ങളില്ലാത്തവരുമായ ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അത് വ്രതദിനത്തിൽ നിർബന്ധമായും പാടില്ല. വ്രതദിനത്തിൽ പരമപ്രധാനം ഈശ്വരോപാസനം തന്നെയാണ്. ഏതു വ്രതത്തിൻ്റെയും അതിപ്രധാനമായ മർമ്മം ഈശ്വരോപാസന മാത്രമാണ്. അതില്ലാതെ വ്രതം തന്നെ ആവാൻ പോകുന്നില്ല. ആഹാരനിദ്രാദി ശരീരധർമ്മങ്ങൾ കഴിവിനനുസരിച്ചായാൽ പോലും തെറ്റില്ല. ആഹാരവും നിദ്രയും ഒഴിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും അവനവൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. ലോക വ്യവഹാരങ്ങളെ വിട്ട് ശ്രദ്ധയോടുകൂടി ഈശ്വരോപാസനം ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ അയാളുടെ വ്രതത്തിന് ഭംഗം വന്നു എന്ന് പറയാൻ വയ്യ. നേരെ മറിച്ച് ആഹാര നിദ്രാദികളെ നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ലോക വ്യവഹാര നിരാശയമോ ഈശ്വരോപാസനമോ ഇല്ലെന്ന് വന്നാൽ പിന്നെ ആ വ്രതമാണെന്നു തന്നെ പറയാൻ വയ്യ. അതിനാൽ ഏത് വ്രതത്തിൻ്റെയും അതിപ്രധാനമായ മർമ്മം ഈശ്വരോപാസന മാത്രമാണെന്ന കാര്യം മനസ്സിലാക്കുക. ഈശ്വരോപാസന കൂടാതെ ചെയ്യുന്ന വ്രതാനുഷ്ഠാനം എന്ന് പറയുക അസാധ്യമാണ്. വ്രതാനുഷ്ഠാനങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ ഭാഗഭാക്കാക്കുന്നത് കൂടുതൽ ഫലപ്രദവും ശ്രേയസ്കരവുമായിരിക്കും. ഒരാൾക്ക് അത് അനുഷ്ഠിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റേയാൾ പ്രാതിനിധ്യ സ്വഭാവത്തിൽ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കേണ്ടതാണ്. ഈശ്വരോപാസനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും മറ്റു ധാർമ്മിക കാര്യങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർക്ക് അഭിപ്രായ ഐക്യവും താൽപ്പര്യവും ഉണ്ടാവേണ്ടതാണ്. വ്രതനിഷ്ഠനായ ഭർത്താവിൻ്റെ സത്കർമ്മങ്ങളിൽ പതിവ്രതയായ ഭാര്യ തുറന്ന മനസ്സോടെ സഹകരിക്കുമ്പോൾ ആ പുണ്യഫലത്തിന് ഇരുവരും തുല്യ പങ്കാളികളായി ഭവിക്കുന്നു. അതുപോലെ തന്നെ വ്രതനിഷ്ഠയായ ഭാര്യയുടെ സത്കർമ്മങ്ങൾക്ക് സഹായകമായി നിലകൊള്ളുന്ന ഭർത്താവിനും ഫലസിദ്ധി ലഭിക്കുന്നു. മലയാളികൾ അനുഷ്ഠിക്കാറുള്ളതും അനുഷ്ഠിക്കേണ്ടതുമായ ചില പ്രധാന വ്രതങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അനുഷ്ഠാന രീതികളിൽ ദേശഭേദമനുസരിച്ച് വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇവ അതിനനുസരിച്ച് സ്വീകരിച്ച് അനുഷ്ഠിക്കാവുന്നതാണ്. ഈ രീതിഭേദങ്ങളെ ചൊല്ലി ഉത്കണ്ഠപ്പെടുകയും ചെയ്യേണ്ടതില്ല. അടിസ്ഥാനപരമായി
ഭക്തിവിശ്വാസങ്ങളോടെയുള്ള ഈശ്വര സേവനമാണ് പ്രാധാന്യം എന്ന കാര്യം മറക്കാതിരിക്കുക. ഗ്രഹപ്പിഴകളുടെ പരിഹാരത്തിന് അതാതു ഗ്രഹങ്ങൾക്കും ഗ്രഹാദി ദേവതകൾക്കും വിധിച്ചിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതാനുഷ്ഠാനത്തോടൊപ്പം മറ്റ് ശാന്തികർമ്മങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക പദ്ധതി ദൈവജ്ഞ നിർദ്ദേശപ്രകാരം രൂപപ്പെടുത്തി അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ശുദ്ധമായ പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ അത് എന്തായിത്തീരും എന്നുള്ള കാര്യം പോലെ തന്നെയാണ് വ്രതാനുഷ്ഠാനങ്ങളിൽ നമുക്ക് ചേരാൻ പാടില്ലാത്തത് ചേർന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വേണ്ട പോലെ പ്രവർത്തിച്ച് ശാന്തി നേടുക, സമാധാനം നേടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.